ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടും ഒരു റിസൾട്ടും ഇല്ലാതെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മേ ബി നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടാവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് സ്കിൻ ബാരിയർ റിപ്പയറിങ്ങിനെ പറ്റിയാണ്. അതിൽ നമുക്ക് നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. സിംറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാം, ഏതൊക്കെ പോസിബിൾ റീസൺസ് കാരണമാണ് നിങ്ങളുടെ ബാരിയർ ഡാമേജ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കണം, ഇതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മേക്ക് ഷുവർ ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് സ്കിൻ ബാരിയർ? സ്കിൻ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദി സ്കിന്നാണ്. സ്ട്രാറ്റം കോർണിയം എന്ന് പറയും. ഇതെന്താ ചെയ്യുന്നത്? പ്രിവെന്റ്സ് ട്രാൻസ് എപ്പിഡെർമൽ വാട്ടർ ലോസ്. ഇത് ഉണ്ടാവാത്തത് കൊണ്ടാണ് നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ട് സപ്പിൾ ആയിട്ടിരിക്കുന്നത്. എപ്പോ ഈ ബാരിയർ ഡാമേജ് ആവോ അപ്പൊ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ കാണിക്കാൻ തുടങ്ങും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ അത്രയും നിരീക്ഷിക്കാതെ ചിലപ്പോൾ ബാരിയർ ഡാമേജ് ആകുമ്പോൾ നമ്മളെ കാണിക്കുന്നത് തന്നെ ആക്നീസ് ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, എന്തോ ചെയ്തു, എന്തോ കുഴപ്പമുണ്ട്, ആക്നീസ് വന്നു, ആക്നീന്റെ മരുന്ന് ഇടാം. അപ്പൊ ഇതെല്ലാം കൂടെ വാരി വലിച്ച് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിൻ ഇരട്ടി ഇറിറ്റേറ്റഡ് ആവും. കാരണം ഈ ഒരു സമയത്ത് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. അപ്പൊ ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ പറയാൻ പറ്റുന്നത് ഇതൊരു സെക്യൂരിറ്റി ഗാർഡാണ്. നല്ല കാര്യങ്ങളൊക്കെ, അതായത് ഹൈഡ്രേഷനും നല്ല ലിക്വിഡ്സും എല്ലാം നമ്മുടെ സ്കിന്നിൽ പിടിച്ചെടുത്തേ മോശപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള പൊല്യൂട്ടൻസ്, പാത്തജൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡാണ് നമ്മുടെ സ്കിൻ ബാരിയർ. അടുത്തത് നമുക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് പറയുമ്പോൾ ഈ പോയിന്റ്സിൽ 3 നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തത്, നിങ്ങളൊന്ന് ജസ്റ്റ് ഫേസ് വാഷ്, നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എന്നൊരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പൊ അത് വെച്ചൊന്ന് മുഖം കഴുകി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മുഖം നീറുന്ന പോലെ തോന്നും. അതായത് ഒരു ബേണിങ്, സ്റ്റിങ്ങിങ് ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡ്രൈ സ്കിൻ തന്നെയാണെന്ന് വിചാരിച്ചു, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പോലും പെട്ടെന്ന് ഒരു ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിലേക്ക് ആയിട്ട് ഫ്ലേക്കി സ്കിൻ കാണാൻ പറ്റും. അതായത് ചുമ്മാ പീലിംഗ്, ഒന്നും ചെയ്യാണ്ട് തന്നെ ചുമ്മാ പീലിംഗ് പോലെ കാണുന്നുണ്ടെങ്കിൽ അത് ബാരിയർ ഡാമേജ് ആയിട്ടാണ്. പെട്ടെന്ന് ആക്നി ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കുക, അതായത് വിചാരിക്കാത്ത സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു റീസൺസും ഇല്ലാതെ ആക്നി ബ്രേക്ക്ഔട്ട്സ് വരെയാണെങ്കിൽ നിങ്ങളുടെ ബാരിയർ ഡാമേജ് ആയിട്ടാണ്. അതല്ല റഫ് ടെക്സ്ചർ, അതായത് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എന്ന ടെക്സ്ചറാണ്, പക്ഷെ ഇപ്പൊ എന്തൊക്കെയൊക്കെയോ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്കിൻ ഒന്ന് റഫ് ആയി, അതായത് ഒരു ബമ്പി പോലത്തെ ഒരു ടെക്സ്ചർ. ഞാൻ കോംപ്ലക്സിന്റെ കാര്യമല്ല പറയണേ, അല്ലാണ്ട് ഒരു ബമ്പി ടെക്സ്ചർ, ഞാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ തരി അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാരിയർ ഡാമേജ് ആയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് തോന്നുന്നു. എന്ത് യൂസ് ചെയ്താലും നീറുന്ന പോലെ, ബേണിംഗ് പോലെ നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആക്റ്റീവ്സ് തന്നെ ആയിരിക്കും വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര നീട്ടില്ല, അല്ലെങ്കിൽ ചില ടോണേഴ്സ് ഒക്കെ അടിക്കുമ്പോൾ മുഖം ഭയങ്കരമായിട്ട് നീറുന്ന പോലെ തോന്നും. ഈവൻ ആൽക്കഹോൾ ഇല്ലാത്ത ടോണർ യൂസ് ചെയ്യുമ്പോൾ പോലും അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ബാരിയർ ഡാമേജ് ആണ്. ഇനി ലാസ്റ്റ് വൺ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സെറമോ അല്ലെങ്കിൽ ക്രീംസോ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിൽ പെട്ടെന്ന് റെഡ്നെസ്, ഇൻഫ്ലമേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ബാരിയർ ഡാമേജ് ആകാനുള്ള ചാൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് കേട്ടത് നിങ്ങൾ ഏതെങ്കിലും 3 നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് 2 കണക്ട് ചെയ്യാൻ പറ്റിയ പോലും നിങ്ങളുടെ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് ആണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. ആദ്യം മനസ്സിലാക്കുക, ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്കിന്നിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത കാര്യങ്ങൾ വർക്ക് ആവില്ല. ഇനി എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടായിരിക്കും ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ സ്കിന്നിൽ എത്തിയെന്നുള്ളത് പറയാം. അപ്പൊ ആദ്യത്തത്, മേ ബി ഇതിട്ടാ വർക്കാവും, അതിട്ടാ വർക്കാവും എന്ന് കരുതിയിട്ട് മാറി തിരിഞ്ഞ് നിങ്ങൾ പല ആക്റ്റീവ്സ് ഒരുമിച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ രാവിലെ ഒരു ആക്റ്റീവ്, രാത്രി ഒരു ആക്റ്റീവ് ആയിരിക്കാം, പക്ഷെ നിങ്ങളെ സ്കിന്നിന് അത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ബാരിയർ ഡാമേജ് വരാം. ഇനി അതല്ല, ഓവർ ക്ലെൻസ് ചെയ്താലും നിങ്ങൾക്ക് ബാരിയർ ഡാമേജ് വരും. എനിക്ക് ബാരിയർ ഡാമേജ് വന്നത് ഓവർ ക്ലെൻസ് ചെയ്തിട്ടാണ്. അതായത് ഞാൻ ഭയങ്കരമായിട്ട് ഫേസ് വാഷ് യൂസ് ആക്കുമായിരുന്നു. എപ്പോഴാണ് യൂസ് ആക്കി തുടങ്ങിയെന്ന് പറയും, എനിക്ക് ഹോർമോണൽ ആക്നീസ് വരാൻ തുടങ്ങി. എനിക്ക് ഈ ആക്നി വന്ന് ശീലമില്ലാത്ത ഒരു മുഖമായതുകൊണ്ട് ഈ ഹോർമോണൽ ആക്നീസ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാതെ ഞാൻ എനിക്ക് ആ ഇറിറ്റേഷൻ മാറാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്തായിരുന്നു എന്റെ മെയിൻ ഹോബി. ഈ ആക്നി വരുമ്പോൾ ഉള്ള ഇറിറ്റേഷൻ കാരണം, അല്ലെങ്കിൽ പോസ്റ്റ് ആക്നി മാർക്സ് കാണുമ്പോഴൊക്കെ ഞാൻ ഈ ഫേസ് വാഷ് എടുത്ത് യൂസ് ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിച്ചത് ഈ ഫേസ് വാഷ് ഇട്ടിങ്ങനെ ഒഴിച്ചാൽ ഈ കുരു മാറ്റി പോകുമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചേ തോന്നുന്നു. അങ്ങനെ ഈ ചെയ്ത് എന്റെ ബാരിയർ ഡാമേജ് ആയിപ്പോയി. ഡാമേജ് ആകുമ്പോഴത്തെ ഇരട്ടി ആക്നിയാണ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്നി ബ്രേക്ക്ഔട്ട്സ് നമുക്ക് കിട്ടാം. ഓക്കെ, ഇനി മൂന്നാമത്തെ, അപ്പൊ ഓവർ ക്ലെൻസിങ്. ആദ്യത്തെ ആക്റ്റീവ് ചന്നം പിന്നെ യൂസ് ചെയ്യാം, രണ്ടാമത് ഓവറായിട്ട് ക്ലെൻസ് ചെയ്യാം. ഇനി മൂന്നാമത് സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് ഒരു വെയിലത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാരിയർ ഡാമേജ് ആയിരിക്കും. ഇനി നാലാമത്, നിങ്ങൾ ഒരു വട്ടം കെമിക്കൽ പീലിംഗ് ചെയ്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പീലിംഗ് സൊല്യൂഷൻ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, HVH. നിങ്ങൾ ഒരു വർഷം ചെയ്തു കഴിഞ്ഞ് കൊള്ളാം,
അപ്പൊ ഒന്നുകൂടെ ചെയ്യാതെ തോന്നി, വീണ്ടും ചെയ്യുക. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഒരു 7 വീക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ബ്രേക്ക് വേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി വൈസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഒരു 10 ദിവസമായിരിക്കും ഒരു ബ്രേക്ക് വേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ചയിൽ തന്നെ ഫില്ലിംഗ് സൊല്യൂഷൻ വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാം. ഇനി 5ാമത്തത്, ബോഡിയിൽ വല്ലപ്പോഴും സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് ഓക്കെയാണ്, കുഴപ്പമില്ല, വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 10 ഡേയ്സിൽ ഒരിക്കലോ. ആൻഡ് അണ്ടർ ആംസിനൊക്കെ സ്ക്രബ് ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ഫേസിന് ഒട്ടും താങ്ങാൻ പറ്റാത്ത ഒരു സാധനമാണ് സ്കിൻ സ്ക്രബ് എന്ന് പറയുന്നത്, ഒട്ടും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇനി ലാസ്റ്റ് വൺ, ഹൈ pH വാല്യൂ ഉള്ള ഫേഷ്യൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്താലും നമ്മളെ ബാരിയർ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബാരിയർ ഡാമേജ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് പോസിബിൾ റീസൺ. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തത് കാരണമായിരിക്കാം ഈ ബാരിയർ ഡാമേജ് ഉണ്ടായിട്ടുള്ള. പ്രോപ്പർ ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ പോലും ബാരിയർ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എന്താണ് ഇപ്പൊ ബാരിയർ ഡാമേജ് വന്നു പോയി, നമ്മൾ എന്തൊക്കെയോ ചെയ്യും, ഇത് വന്നു, ഇനി ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ട്രാൻസ് എപ്പിഡമൽ വാട്ടർ ലോസ് ഒരു ഫ്യൂ ഡേയ്സിൽ, ഒരു 7 ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് നേരെയാക്കി കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഇൻ ഫ്യൂ വീക്സ്, ഒരു 2 to 4 വീക്സിൽ നിങ്ങൾക്ക് മെല്ലെ നിങ്ങളുടെ സ്കിന്നിന് പ്രോപ്പർ ആയിട്ട് വെറുതെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇൻ 6 to 8 വീക്സിൽ ഒരു പ്രോപ്പർ സ്കിൻ റെസിലിയൻസ് ഉണ്ടാവാൻ വേണ്ടി ആയിരിക്കും. ഞാൻ ഈ ടൈം ലൈൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ തന്നെ കാരണം ഒരു മിറാക്കിൾ ഓവർനൈറ്റ് റിസൾട്ട് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഇത് അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. ഈ ടൈമിൽ സ്കിൻ അങ്ങ് ആടിപ്പൊളി ബെറ്റർ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുമെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഇതില് ഞാനൊരു റുട്ടീനാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ആ റുട്ടീനിൽ AM റുട്ടീൻ PM റുട്ടീൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് റുട്ടീൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു സിംഗിൾ റുട്ടീനേ ഉള്ളൂ. വളരെ ഈസിയാണ് ഫോളോ ചെയ്യാൻ. ഈവൻ സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വരെ ഇത് സുഖമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ആൻഡ് അവർക്കും നല്ലതാണ്. നിങ്ങൾ സ്കിന്നൊന്ന് പ്രെപ്പായിട്ട് ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എപ്പോഴും നല്ലതാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും. ആൻഡ് ഇത് ഞാനൊരു 3 ഫേസ് ആയിട്ടായിരിക്കും പറയാം. phase 1, phase 2, phase 3. ആദ്യത്തെ phase 1. phase 1ൽ നിങ്ങൾക്ക് ഒരു 3 പ്രൊഡക്ട്സ് ആണ് വേണ്ടത്. ഒരു ക്ലെൻസർ വേണം, ഒരു ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഇതെല്ലാം, ഈ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ജെന്റിൽ ആയിട്ടുള്ള, വളരെ ജെന്റിൽ ആയിട്ടുള്ള, അധികം ഫോമിങ് അല്ലാത്തൊരു ക്ലെൻസർ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആൻഡ് ഒരു ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ സിക്കാപ്ലാസ്റ്റ് വാങ്ങിക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് വാങ്ങിക്കാം, ബയോഡർമാറ്റോടെ ഇന്റൻസ് ഫോം വാങ്ങിക്കാം. ഇതൊക്കെ നല്ലതാണ്. ആൻഡ് ഒരു സൺസ്ക്രീൻ വാങ്ങിക്കാം. സൺസ്ക്രീനും നിങ്ങൾ വാട്ടർ ബേസ്ഡ് ഒന്നും വാങ്ങിക്കരുത്. സാധാരണ ഒരു വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും അതനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഏതാണോ അത് വാങ്ങിക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് റെക്കമെൻഡേഷനെ പറ്റി ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഈ phase 1 നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു 7 to 14 ഡേയ്സ് ആണ്. 2 വീക്സ് ആണ് നിങ്ങൾ കണക്കാക്കുക. 2 വീക്സ് കറക്റ്റ് ഈ phase 1 റുട്ടീൻ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യരുത്. ഒരു സെറമോ വേറെ ഒന്നും വേണ്ട. ഈ 3 പ്രൊഡക്റ്റ് മാത്രം, ഇത് മാത്രം യൂസ് ചെയ്യുക. ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ എന്തായാലും വേണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്. ഓക്കെ, ഇനി phase 2 എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്തൻ ഫേസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അതും ഒരു 2 to 4 വീക്സ് നമ്മൾ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ട സാധനമാണ് അടുത്ത പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്ലെൻസർ വേണം. അതിന്റെ കൂടെ വേണമെങ്കിൽ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടല്ല, പക്ഷെ എനിക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മെൻഷൻ ചെയ്തത്. ഒരു മിൽക്ക് ടോണർ ഇൻക്ലൂഡ് ചെയ്യണം, നല്ലതാണ്. എന്റെ സ്കിന്നിന് നല്ല എഫക്ട് കിട്ടിയിട്ടുണ്ട് മിൽക്ക് ടോണർ യൂസ് ചെയ്ത്. അപ്പോൾ കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. പിന്നെ മിൽക്ക് ടോണർ യൂസ് ചെയ്യാനുള്ള കാരണം ഈ 3ാമത്തെ പ്രൊഡക്റ്റ് ആണ്, ഹൈഡ്രോണിക് ആസിഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടോണറിന്റെ മേലെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് phase 2ൽ 5 പ്രൊഡക്ട്സ് ആണ് വേണ്ടത്. ഒരു ക്ലെൻസർ വേണം, ഒരു മിൽക്ക് ടോണർ വേണം, ഹൈഡ്രോണിക് ആസിഡ് വേണം, മോയ്സ്ചറൈസർ, ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ വേണം, സൺസ്ക്രീൻ വേണം. അപ്പൊ ഈ 5 ഇതൊരു 2 to 4 വീക്സ്, വീണ്ടും ഒരു 2 to 4 വീക്സ് നമ്മൾ ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബാരിയർ ഡാമേജ് ഒന്നും സാധനം മാറി കിട്ടും. നമ്മൾ നല്ല ഹെൽത്തി സ്കിൻ ആയിട്ട് പറ്റും. അപ്പൊ നോക്കുക, വല്ല നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആണോ, വേറെ ഇറിറ്റേഷൻ ഒന്നും ഇല്ലല്ലോ, നീറ്റലൊന്നും ഇല്ലല്ലോ, ബീനിങ് ഒന്നും ഇല്ലല്ലോ, എല്ലാം നോക്കുക. ആദ്യം പറഞ്ഞ ആ സിംറ്റംസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഉറപ്പ് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് യൂസ് ചെയ്തോണ്ടിരിക്കുക. ഈ ഒരു റുട്ടീൻ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പോയി നിങ്ങളുടെ സ്കിൻ പ്രോപ്പർ ആവുന്നവരെ ഈ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്റ്റീവ്സ് റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യമേ ഒരു ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവ്സ് യൂസ് ചെയ്യേണ്ട, നയാസനമായിട്ട് വെച്ച് വല്ലതും നമുക്ക് മെല്ലെ തുടങ്ങാം. അങ്ങനെ മെല്ലെ വളരെ സ്ലോലി നമുക്ക് ഈ ഹൈ കോൺസെൻട്രേഷൻ ആക്റ്റീവ്സ് ഒക്കെ നമ്മളെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി phase 1 സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞാൽ സ്ലഗിങ് എന്ന് പറയുന്നത്. ഈ സ്ലഗിങ് ആരൊക്കെ ചെയ്യരുത് എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഏത് പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാമെന്ന് പറയാം കേട്ടോ. ചെയ്യാൻ പാടില്ലാത്ത നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ സ്ലഗിങ് വേണ്ട. ആക്നി പ്രോൺ സ്കിൻ, ഓൾറെഡി ഇൻഫ്ലമേറ്ററി ആക്നീസ് ഉണ്ടെങ്കിൽ, കോമഡോൺസ് ഉള്ള സ്കിൻ ആണെങ്കിൽ, ഫംഗൽ ആക്നീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ സ്ലഗിങ് ഒഴിവാക്കുന്നതാണ് നല്ലത്.
ഇല്ലെങ്കിൽ ഓക്കെ, അല്ലാത്ത ഒരു നോർമൽ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഒക്കെയാണ്, വിത്തൗട്ട് ആക്നീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്ലഗിങ് ചെയ്യാം. ഇനി എന്ത് വെച്ച് സ്ലഗിങ് ചെയ്യാം? ഏറ്റവും നല്ലത് പെട്രോളിയം ജെല്ലിയാണ്, വാസ്ലീൻ ആണ് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത്. നല്ല രീതിയിൽ രാത്രി നിങ്ങൾ ഒരു തിക്ക് ലെയർ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ബാരിയർ റിപ്പയർ, ചിലർക്ക് ഈ വാസ്ലിൻ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഹെവി ഫീലിംഗ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വൈറ്റ് സോഫ്റ്റ് പാരബിൻ ക്രീംസ് വാങ്ങിക്കാൻ പറ്റും. അതിന്റെ എല്ലാ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ, അപ്പൊ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പെട്രോളിയം ബേസ്ഡ് തന്നെ വേറെ ക്രീംസ് അവൈലബിൾ ആണ്, അതിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ വാസ്ലിനാണ് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ വേണ്ടി ഈ സ്ലഗിങ് എന്ന പരിപാടി ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്നു വിചാരിക്കും. ഇനി പ്രൊഡക്റ്റിനെ പറ്റി അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാനൊരു കമ്മ്യൂണിറ്റി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതായത് ബാരിയർ റിപ്പയറിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം അതിനകത്ത് ജോയിൻ ചെയ്യാം. ആൻഡ് അത് ഫ്രീ ആണ് കേട്ടോ, പെയ്ഡ് ഒന്നും അല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിനകത്ത് എന്തും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ അതിനകത്ത് മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് ഓരോ സ്കിൻ ടൈപ്പുകാർക്കും ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം, നിങ്ങൾ ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ചില പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വർക്ക് ആവാത്ത പ്രൊഡക്റ്റ് ആണല്ലോ, അത് നമുക്ക് പറയാം. നമുക്ക് റൂട്ടീൻ ഒന്ന് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഓരോ ചില റൂട്ടീൻസ് ഒന്നും നമുക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ അത് റീവർക്ക് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്ത വിധമാക്കാം. ഫ്ലെയർസ് വരെ നമുക്ക് കൂടെ നിൽക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ഷെയർ ചെയ്യാം. എന്റെ ഇൻസൈറ്റ്സ് ഞാനും ഷെയർ ചെയ്യും. അങ്ങനെ നമുക്ക് തമ്മിൽ ഹെൽപ്പ് ചെയ്യാനും ഹീൽ ചെയ്യാനും പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി പോലെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആർക്ക് വേണം ജോയിൻ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു പെർഫെക്റ്റ് സ്കിൻ കമ്മ്യൂണിറ്റി ഒന്നും അല്ല, ഇതൊരു ഹീലിംഗ് ജേർണിയുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമുക്കൊരു വിഷയം നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്റെ ഇൻസ്റ്റാഗ്രാമിലും ബയോയിലും ലിങ്ക് കാണും, നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം. ആൻഡ് ഐ ഹോപ്പ് ഇത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയി മാറട്ടെ. ആൻഡ് എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ റെറ്റിനോൾസിനെ പറ്റിയായിരിക്കും സംസാരിക്കാം. So, that's it. Bye.